ഇന്ന് അല്പം ചിരി ഉണർത്തിയ ഒരു വിഷയമാണ്. ആർക്കെങ്കിലും അത് ഒഫൻസീവായി തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ഇന്ന് കെ സുരേന്ദ്രൻ്റെ കേരള പദയാത്രയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലേക്കാണ് സംസാരിച്ചു വരുന്നത്. കേരള പദയാത്രയുടെ ഒരു ഗാനമുണ്ടായിരുന്നു. അവരുടെ ഒഫീഷ്യൽ യൂട്യൂബിലൂടെ പുറത്തിറക്കിയ ഒരു ഗാനമാണ്. അത് ചെറിയൊരു അബദ്ധം സംഭവിച്ചു എന്നാണ് പറയുന്നത്. ഒരു വലിയ അബദ്ധമായി പോയി. കാരണം അഴിമതി നിറഞ്ഞ കേന്ദ്രഭരണത്തെ തച്ചുടയ്ക്കാൻ കൈകോർക്കുക എന്നുള്ള ഒരു വരി, അത് കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന ഒരു ജാഥയിലാണ് ആ ഒരു ഗാനം വന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായതും അപ്പം തന്നെ ചിരിക്ക് വകയുണ്ടാക്കിയതും. പക്ഷേ അതിന് നടപടിയെടുക്കുന്നുണ്ട്. IT സെല്ലിനൊക്കെ അവർ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു. പക്ഷേ ഇതിലൊരു വളരെ സീരിയസ് ആയ മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അതായത് ഈ പദയാത്ര കോഴിക്കോട് എത്തിയപ്പോൾ പദയാത്രയുമായി കാര്യപരിപാടിയുമായി ബന്ധപ്പെട്ട് പോസ്റ്ററുകൾ അടിക്കാറുണ്ട്. ഈ പോസ്റ്ററിൽ വന്നതാണ്, അതായത് അന്നത്തെ കാര്യപരിപാടികളാണ്, ഉച്ചഭക്ഷണം SC/ST നേതാക്കൾക്കൊപ്പം എന്നൊരു വരി. അത് വലിയ തരത്തിൽ വിവാദമാവുകയാണ്. BJPയുടെ ഒരു സവർണാധിപത്യ മുഖം അത് ഒരിക്കൽ കൂടി വെളിച്ചത്ത് കൊണ്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. സമാനമായ ഒരു സംഭവം 2017 നടന്നിട്ടുണ്ട്. അമിത്ഷാ അന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് തിരുവനന്തപുരത്ത് വന്ന സമയത്ത് ചെങ്കൽച്ചൂളയിലെ ചേരിയിലെ ആളുകൾക്കൊപ്പം ഭക്ഷണം കഴിക്കുന്നു എന്നൊരു പ്രചാരണം അന്നും വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയതാണ്. എന്തായാലും ഈ വിഷയം ഒന്ന് നമുക്ക് പരിശോധിക്കാം. അജിം സർ, നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെ താഴ്ന്ന ജാതി എന്ന് പറയപ്പെടുന്ന ആളുകളുടെ കൂടെ കേന്ദ്രമന്ത്രിമാരൊക്കെ പോകുന്നു, എന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു, വലിയ സംഭവമായിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു വളരെ വില കുറഞ്ഞ വകതിരിവില്ലാത്ത ഒരു തന്ത്രം ഇത് കേരളത്തിൽ എടുത്തതാണോ അതോ അറിയാതെ പറ്റിയതാണോ? എന്താ സംഭവിച്ചിട്ടുണ്ടാവും? പന്തിഭോജനം എന്ന ആശയം ജാതി വിരുദ്ധ സമരത്തിൽ വളരെ പ്രധാനപ്പെട്ട, ചരിത്രപരമായി പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. സഹോദരൻ അയ്യപ്പൻ, അതുപോലെ മന്നത്ത് പത്മനാഭൻ ഉൾപ്പെടെയുള്ളവർ പന്തിഭോജനം നടത്തിയിട്ടുണ്ട്. അന്ന് ആ കാലത്ത്, ഈ കാലം മനസ്സിലാക്കാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ്, ആ കാലത്ത് അതിന് വളരെ വളരെ പ്രസക്തിയുള്ളൊരു കാര്യമാണ്. കാരണം ഈ കീഴ്ജാതിക്കാർ എന്ന് അവർ വിളിക്കുന്ന ആളുകളുടെ വീടുകളിൽ പോവുകയോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയോ, അത് തൊടലും തീണ്ടലും ഒക്കെ ഉള്ള സമയമാണ്, അയിത്തൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ അതൊരു വിപ്ലവകരമായ നടപടിയാണ്. അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതോടുകൂടി എല്ലാവരും സമന്മാരാണെന്ന് പ്രഖ്യാപിക്കുക എന്നുള്ളത്. പക്ഷേ 21-ാം നൂറ്റാണ്ടിൽ, ഈ 2024 അത് നടത്തുന്നുണ്ട്. അതിപ്പോൾ ജിൽസി പറഞ്ഞ പോലെ BJP നേതാക്കൾ നോർത്ത് ഇന്ത്യയിൽ ചെയ്യാറുള്ള കാര്യമാണ്. പക്ഷെ അതിൽ രസം എന്ന് വെച്ചാൽ ആ ഫോട്ടോസും വീഡിയോസും ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ആ ഫുഡ് അവരുടെ വീട്ടിലുണ്ടാക്കിയതായിരിക്കില്ല, ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിൽ. അതിൻ്റെ ആ റാപ്പർ പോലും പൊളിച്ചുകളയാതാണ് അവർ വീഡിയോ ഷൂട്ട് ചെയ്യുക. അവർ കൊണ്ടുവരുന്ന റെഡിമെയ്ഡ് പ്ലേറ്റിൽ അവർ കഴിക്കും. അത് കാണുമ്പോൾ തന്നെ അറിയാതോ 5 സ്റ്റാർ റെസ്റ്റോറൻറ്റിൽ നിന്ന് അത് ഓർഡർ ചെയ്തതാണെന്ന് മനസ്സിലാവും. അവരിയ്ക്കും തൊട്ടടുത്ത് നിന്ന് ഭക്ഷണം കഴിക്കും, അവർക്കും അതേ ഭക്ഷണം കൊടുക്കും. അല്ലാതെ അവരുടെ വീട്ടിൽ നല്ല ഭക്ഷണം കഴിക്കുക, അതൊരു സ്റ്റേജ് മാനേജർ ഷോ ആണ്. അവിടെ അത് വില പോകും. ഞങ്ങൾ SC/ST-കാരോട് നിൽക്കുന്നവരാണ്, ഞങ്ങൾക്ക് ജാതി ഇല്ല എന്ന് പറയാൻ അവിടെ അത് ബുദ്ധിമുട്ട്. പക്ഷെ കേരളം പോലൊരു സംസ്ഥാനത്ത് ഈ 2024 ഉച്ചഭക്ഷണം SC/ST നേതാക്കളോടൊപ്പം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് ഞാൻ പറയട്ടെ, ഇവർ ചിലപ്പോൾ ഈ ഷെഡ്യൂൾ തയ്യാറാക്കും, പാർട്ടി ഓഫീസിൽ നിന്ന് ഷെഡ്യൂൾ തയ്യാറാക്കും. അപ്പോൾ ഈ ഷെഡ്യൂൾ തയ്യാറാക്കുമ്പോൾ ഈ പാർട്ടി അംഗങ്ങൾക്കിടയിൽ അത് ഓർഗനൈസ് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാകാൻ വേണ്ടി ചിലപ്പോൾ എഴുതി വയ്ക്കും, SC/ST നേതാക്കളോടൊപ്പമാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും മണ്ടൻ ഉണ്ടാവും, ആ മണ്ടൻ എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടാവും, ഇതെടുത്ത് അതായിരിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ തലയ്ക്ക് വിവരമുള്ള ആരും അതങ്ങനെ പോസ്റ്ററായിട്ട് അടിച്ചിറക്കില്ല. അപ്പോൾ സുരേന്ദ്രൻ ചിലപ്പോൾ എഴുതി കൊടുത്തിട്ടുണ്ടാവും, എന്ത് ഇന്ന് ഉച്ചഭക്ഷണം SC/ST നേതാക്കൾ കോമമാണ് ബ്രാക്കറ്റിൽ എഴുതി കൊടുത്തിട്ടുണ്ടാവും. അത് ഈ കൈ കിട്ടിയ മണ്ടൻ എന്ത് ചെയ്താണ്, അത് പോസ്റ്റ് അടിക്കാൻ കൊടുത്തിട്ടുണ്ടാവും. അതാവാനാണ് സാധ്യത. അപ്പോൾ അല്ലാതെ അത് അങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യും. പക്ഷെ പരസ്യമായിട്ട് പറഞ്ഞിട്ട് ചെയ്യാനുള്ള അത്ര ബുദ്ധിയില്ലാത്തവരല്ല BJP-കാർ എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ പാട്ട്, അതെനിക്ക് തോന്നുന്നത് ഇപ്പോൾ IT സെല്ലിനെയാണ്, അത് കേരളത്തിലെ BJP-യുടെ IT സെല്ലിനെയാണ് അതിൽ ഇവർ ചോദ്യം ചെയ്യാൻ പോകുന്നത്, എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ, ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി പാട്ട് എഴുതുന്ന പല ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഇലക്ഷന്റെ ഗാനം ഒരേ ടീം തന്നെ UDF-നും LDF-നും BJP-ക്ക് വേണ്ടി പാട്ടുണ്ടാക്കും. അതുപോലെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാവും പാട്ട് എഴുതാൻ. അപ്പോൾ ട്രാക്ക് മാറിപ്പോയി ചിലപ്പോൾ ഒരു വരി മ്യൂസിക് ഇട്ടിട്ടാണല്ലോ വരി എഴുതാറ്. അങ്ങനെയല്ല, മ്യൂസിക് ആദ്യം വരി എഴുതുന്ന ചിലപ്പോൾ എഴുതി വന്നപ്പോൾ ഒന്നും കിട്ടിയില്ല. അങ്ങനെ പണ്ട് ഷിബു ചക്രവർത്തി മൂപ്പരൊരു പാട്ട് എഴുതിയിരുന്നു ചിത്രത്തില്. പാട്ട് എഴുതി വന്നപ്പോൾ അടുത്ത വരി എന്താണ്, അശ്ലീലമായിട്ട് എഴുതാൻ പറ്റുള്ളൂ ചിത്രത്തിലെ സിനിമയിലാണ്. അപ്പോൾ പുള്ളി ഒരു കൃഷ്ണ തുളസി പൂന്നുള്ളി മുഴുത്തുമ്പിൽ ചാർത്തി തരാന്ന് പറഞ്ഞ് എഴുതി രക്ഷപ്പെട്ടതായിട്ട് കഥ. അതുപോലെ ഇത് എഴുതി വന്നപ്പോൾ ഒന്നും കിട്ടുന്നില്ല. ഈ കേന്ദ്രം പറഞ്ഞാൽ നേരത്തെ എഴുതിയത് പാട്ടിൽ നിന്ന് വരികളെടുത്ത് വെച്ചാലും മതി, അതാവാനാണ് സാധ്യത. പക്ഷെ ഇത് ഒരു പ്രാവശ്യം കേട്ടു നോക്കാതെ അവരത് പ്രചരിപ്പിച്ചാലാണ് കഷ്ടം.
സർ അതാണ് അതായത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് BJP എത്രയൊക്കെ പറഞ്ഞാലും ഒരു ഹിന്ദു ഏകീകരണം എന്നൊക്കെ പറയുമ്പോഴും പല കുറിയായിട്ട് ഈ BJPയുടെ ഒരു സവർണാധിപത്യ ബോധം അത് നേതാക്കളിലൂടെയൊക്കെ പലതവണ പുറത്തു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഒരു മണ്ടത്തരം എന്നതിനുപരി അത് BJPയുടെ നയം ഇടയ്ക്കൊക്കെ പുറത്തു വരുന്നതാണെന്ന് കൂടി നമുക്ക് വിചാരിച്ചൂടെ? അത് BJPയുടെ നയം എന്ന് പറയേണ്ടതില്ല, പൊതുവെ ജാതി ബോധമാണ്, അടിസ്ഥാനപരമായിട്ടുള്ള ജാതി ബോധമാണ്. ഈ ചില മാട്രിമോണിയൽസ് ശ്രദ്ധിച്ചോ ജിൽസി, പേര് വയസ്സ് കൊടുത്ത് ജാതി പ്രശ്നമല്ല, SC/ST ഒഴികെ ഇഷ്ടം പോലെ കാണാമല്ലോ. ജാതി പ്രശ്നമല്ല, പക്ഷെ SC/ST ഒഴികെ. എന്താണ്, ഞാൻ ഭയങ്കര പുരോഗമനവാദിയാണ്, പക്ഷേ SC/ST പറ്റില്ല. ഈ ബോധം ആളുകളുണ്ട്. ചില ആളുകൾ പറയും ഇന്ത്യയിൽ ഇങ്ങനെ നടക്കുന്ന മുസ്ലിം വെറുപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ എനിക്ക് മുസ്ലിം സുഹൃത്തുക്കളുണ്ട് എന്ന് പറയും. ഇതെന്തോ ഭയങ്കര സംഭവമാണെന്ന് വിചാരിക്കുക. എനിക്ക് മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, പുള്ളി എന്തോ ഒരു ഔദാര്യം ചെയ്യാണ്, ഞാനൊരു മുസ്ലിം സുഹൃത്തിനെ കൊണ്ടു നടക്കുന്നു എന്നുള്ള ഒരു ഔദാര്യം ചെയ്യാണ് എന്നുള്ള ഒരു അബോധമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഇതേ അബോധമാണ് ഇപ്പോൾ അജിംസ് പറഞ്ഞില്ല, ഇത് പിന്നെ DTP കാരൻ അടിച്ചു. ഈ അബോധത്തിലാണ് ജാതി എപ്പോഴും അബോധത്തിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാവും. ബോധപൂർവ്വം ഞാനിന്ന് 11 മണിക്ക് ഒരു ജാതി വിവേചനം കാണിച്ചു കളയാം എന്ന് തീരുമാനിച്ചിട്ട് ഒരാൾ ജാതി വിവേചനം കാണിക്കുകയല്ല ചെയ്യുന്നത്. അറിയാതെ സംഭവിക്കുകയാണ്, അബോധത്തിൽ സംഭവിക്കുകയാണ്. എന്തുകൊണ്ടാണ്? നമ്മളുടെ അവിടെ കിടപ്പുണ്ട്, അവിടെ കിടപ്പുണ്ട്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. എന്ത് തന്നെയാണ് ഇത് വെളുക്കാൻ തെച്ചത് പാണ്ഡേ സുരേന്ദ്രൻ ഈ വേനൽക്കാലത്ത് ഇങ്ങനെ പദയാത്ര നടത്തുന്ന മഹാമണ്ഡലത്തിലാണ് ഞാൻ പറയുന്നത്. എന്ത് തന്നെയായാലും ഇത് കേരളത്തിൽ ഈ ലോക്സഭാ ഇലക്ഷനിൽ പ്രത്യേകിച്ച് ഒന്നും നേടാൻ പോകുന്നില്ല. തൃശ്ശൂർ നേടുമെന്നൊക്കെ പറയുന്നു, പക്ഷെ അത് SGG തന്നെ അവിടെ പണിയെടുക്കുന്നുണ്ട്. ഈ സുരേന്ദ്രൻ ഇത്രയും നീളത്തിൽ നടക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പം അദ്ദേഹത്തിന് ബുദ്ധിയുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് മുരളീധരൻ്റെ വഴി തിരഞ്ഞെടുക്കുക, മഹാരാഷ്ട്രയിലോ രാജസ്ഥാനിലോ ഒരു രാജ്യസഭാ സീറ്റ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. ഈ കടുത്ത വേനലിൽ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് സർക്കാർ നിർദ്ദേശം കൊടുത്ത വേനലാണ്. അതിലിങ്ങനെ കഷ്ടപ്പെട്ട് നടക്കുന്നത് അദ്ദേഹം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അബോധജാതിയെ പറ്റി പറഞ്ഞ എനിക്കൊരു കാര്യം കൂടി ഓർമ്മ വന്നു. പണ്ടെന്ന് വെച്ചാൽ 80s 90s നമ്മുടെ നാട്ടിൽ SC വിഭാഗത്തിൽപ്പെട്ടവരുടെ കല്യാണത്തിന് മറ്റുള്ളവർ പോകും. സ്വയം പുരോഗമനവാദികൾ എന്ന് വിളിക്കുന്ന ഭക്ഷണം കഴിക്കില്ല, പകരം ബേക്കറി പലഹാരം കഴിക്കും. അവിടുന്ന് ഊണ് കഴിക്കുകയൊന്നും ചെയ്യില്ല, ബേക്കറി കഴിക്കാം എന്ന് പറയാം. നമ്മൾ മോഡേൺ ആണ്. അതിനു വേണ്ടി തന്നെ തലേദിവസം അത് ഒരുക്കി വയ്ക്കും. ഇത്തരം പുരോഗമനവാദികൾക്ക് വേണ്ടി അത് ഒരുക്കി വയ്ക്കുമായിരുന്നു.